ഇന്ന് നമുക്ക് 2 ഉരുളക്കിഴങ്ങും 1 കപ്പ് റവയും വെച്ച് അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്ത് ഒന്ന് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലോട്ട് 2 കപ്പ് പച്ചവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം, അങ്ങനെയാണ് കണക്ക്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഞാൻ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം പകുതി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഈ സമയത്ത് തീ ഫുൾ കുറച്ച് വെക്കണേ. എന്നിട്ട് ബാക്കി പകുതിയോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഇതിനെ മിക്സ് ചെയ്യാം. നല്ലതായിട്ട് ഇതൊന്ന് കുറുകി വരും. അതുപോലെ നമ്മൾ ആട്ട കുഴച്ചെടുക്കത്തില്ലേ ചപ്പാത്തിക്ക്, അതുപോലെ ഒരു പരുവായി വരണം. ആ ഒരു പരുവായി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ അടച്ച് ഒരു 10 മിനിറ്റ് അങ്ങ് വെക്കാം. ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്. വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. ഇത് നല്ലതായിട്ടൊന്ന് തണുത്ത് വരണം. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് പുഴുങ്ങി നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. വലിയൊരു സവാള, 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ റവയുടെ മിക്സ് നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ സവാളയും പച്ചമുളകും ഇഞ്ചി അരിഞ്ഞെടുത്തില്ല, അതും അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ട കേട്ടോ, ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ച് മല്ലിയില ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലതായിട്ട് ഇതിന് നല്ലതായിട്ടും കുഴച്ചെടുക്കണം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാലയ്ക്ക് പകരം 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അതുപോലെ നിങ്ങൾ നല്ല ജീരകം വറുത്ത് പൊടിച്ചില്ലയോ, അതും 1/2 ടീസ്പൂണിന് പകരം നിങ്ങൾക്കൊരു 1/4 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. കയ്യിലൊക്കെ ഒട്ടുന്നൊരു പരുവാണ്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ക്രിസ്പി ആയിട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കയ്യിലോട്ട് കുറച്ച് വെള്ളം തേച്ച് കൊടുക്കുക. ചെറിയൊരു ബോൾ എടുക്കുക. ഇതിനെ ഷേപ്പാക്കി എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. കട്ടിംഗ് ബോർഡിലോട്ട് വെച്ച് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് എല്ലാ സൈഡും ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഇതെല്ലാം ഇതുപോലെ നമുക്ക് ഷേപ്പാക്കി എടുത്തുകൊണ്ട് വരാം. എല്ലാം ഞാൻ ഇവിടുത്തെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. മൊത്തം എനിക്കൊരു 24 പീസാണ് കിട്ടിയിരുന്നത് കേട്ടോ. വേറെ ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, എന്നിട്ട് ശകല ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് കലക്കിയെടുത്തുകൊണ്ട് വരാം. നല്ല ലൂസിൽ തന്നെ വേണം കലക്കിയെടുക്കാൻ. ഈ ഒരു ലൂസി വേണം കലക്കിയെടുക്കാനായിട്ട്. അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. ഞാൻ ബ്രെഡ് ഫ്രഷായിട്ട് പൊടിച്ചെടുത്തതാണ്. ഷേപ്പാക്കിയെടുത്ത സ്നാക്ക് ഈ മാവിലോട്ട് മുക്കി കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ടു നല്ലതായിട്ട് ഇതിലോട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുത്തുകൊണ്ട് വരാം. എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ളത് മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. ബാക്കിയുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. കട്ട്ലേറ്റൊക്കെ നമ്മളിങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കുന്നത് അതേ രീതിയിൽ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് തയ്യാറാക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് എടുത്ത് വെളി വെക്കുക. തണുപ്പ് പോയി കഴിയുമ്പോൾ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ്. ആവശ്യമുള്ളത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. തീ കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തീ കൂട്ടിയിട്ട് തന്നെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നല്ലൊരു കളറാവുന്ന സമയത്ത് നമുക്കിതിനെ കോരി മാറ്റാവുന്നതാണ്. എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയല്ലേ. പുറഭാഗം നല്ല ക്രിസ്പിയാണ്. ബ്രെഡ് ക്രംസിലൊക്കെ നമ്മൾ ഇത് മുക്കിയെടുത്ത് വറുത്തെടുത്തുകൊണ്ട് നല്ല ക്രിസ്പിയാണ്. അത് നല്ല സോഫ്റ്റുമാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ചൂടോടുകൂടി കുറച്ച് കെച്ചപ്പൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാവശ്യത്തേക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.